ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ കുരുമുളകില്ലേ, കുരുമുളകും കുരുമുളകിന്റെ ഇലയും ഇതിന്റെ ഔഷധ ഗുണങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോ ചില സംഗതികൾ കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി. അതായത് കേരളത്തിലാണ് കുരുമുളകിന്റെ ഉത്ഭവത്ര എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ കുരുമുളക്, നമ്മുടെ കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്ന കുരുമുളക്, ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം പൈപ്പർ നൈഗ്രം എന്നാണ്. പൈപ്പറേസ് ഫാമിലിയാണ്. പെപ്പർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നില്ലേ, സംസ്കൃതത്തില് മരിജം എന്ന് വിളിക്കുന്നു. ഇതിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. ഒരുപാട് ഔഷധങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മരിജാതി തൈലൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ. ഇത് മാത്രമല്ലെന്നേ, ചുക്കും കുരുമുളക് തിപ്പലി, ഇതിനാണ് ത്രികടു എന്ന് വിളിക്കുക. ത്രികടു ചേരാത്ത ഔഷധങ്ങൾ കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഔഷധങ്ങൾ നമ്മൾ ഏതേത് രോഗാവസ്ഥയിൽ എന്ത് ഔഷധങ്ങൾ നിശ്ചയിച്ചാലും ആ ഔഷധങ്ങൾ ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ അഗ്നിക്ക് ദീപ്തി ഉണ്ടാവണം, ദീപനശക്തി ഉണ്ടാവണം, ആ ഡൈജസ്റ്റീവ് ഫയർ കൂടണം. മിക്കവാറും രോഗാവസ്ഥകളിലൊക്കെ ഒരു ആമാവസ്ഥ ഉണ്ടാവും, ദഹനം കുറഞ്ഞിരിക്കും. അപ്പോൾ അഗ്നിദീപ്തി ഉണ്ടാവുന്നതിനും എങ്കിൽ മാത്രമേ നമ്മൾ ഈ കഴിക്കുന്ന ഔഷധം പോലും ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ ആ ഔഷധ യോഗങ്ങളിൽ ഈ ചുക്കും കുരുമുളകും തിപ്പലിയും മിക്കവാറും യോഗങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയണേ. അപ്പൊ അതുപോലെ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയില് നമുക്ക് വാദസംബന്ധമായ വേദനകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം, വാതപ്പുളൻ പൊട്ടിപ്പോകുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം, അപസ്മാരത്തിന് എങ്ങനെ ഉപയോഗിക്കാം, കഫക്കെട്ട്, സ്വരസാദം, അതായത് കോവിഡ് ഒക്കെ വന്ന് മാറിയിട്ട് ഇങ്ങനെ കിതപ്പുണ്ടാവുക, നെഞ്ചിൽ കഫക്കെട്ട്, തൊണ്ടയിൽ ഇങ്ങനെ രുചി അറിയുക, അല്ലെങ്കിൽ വായിൽ രുചി അറിയുക, തൊണ്ടയിൽ ഇങ്ങനെ സ്വരം തെളിയുക, എത്ര അവസ്ഥ പലർക്കും ഉണ്ടല്ലോ. ഇതിലൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കുക. അതുപോലെ ഇനിയിപ്പോ സാധാരണ ചുമ, കഫക്കെട്ട്, പനിയൊക്കെ വന്നാൽ ഇത് കുരുമുളക് എങ്ങനെ ഉപയോഗിക്കാം. ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുരുമുളകിന്റെ ഇലയുടെ ഉപയോഗം പറയാം. കുരുമുളകിന്റെ ഇലയില്ലേ, കുരുമുളക് വള്ളിയിലുള്ള ഇലയുണ്ടല്ലോ, അതിപ്പോ കാണിക്കേണ്ടി വരില്ല, വേണമെങ്കിൽ കാണിക്കാട്ടോ. ഇത് അറിയാത്തവര് ആരാളുള്ള മലയാളി അല്ലേ, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമല്ലേ ഈ കറുത്ത പൊന്ന്. ലോകം മുഴുവൻ നമ്മുടെ കേരളത്തിനെ ശ്രദ്ധിക്കപ്പെടുന്നത് പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് കുരുമുളകാണ്. നിങ്ങൾക്കറിയാലോ, വാസ്കോഡഗാമയൊക്കെ ഇവിടെ അന്വേഷിച്ചു വന്നത് കുരുമുളകാണ്. ഇതിനി കൂടുതൽ പറഞ്ഞ് കത്തി വയ്ക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് കുരുമുളകിന്റെ രസഗുണവീര്യ വിഭാഗം എന്ന് പറയാം. അതിനു മുമ്പ് ആയുർവേദ മരുന്നുകൾ, ആയുർവേദ പ്രോപ്പർട്ടീസ് എങ്ങനെയാ ഇത് വർക്ക് ചെയ്യണേന്ന് അറിയണല്ലോ. അതായത് കുരുമുളകിന് കടു വിഭാഗമാണ്, കടുരസമാണ്. കടുരസവും കടു വിഭാഗമാണ്. അതുപോലെ ഉഷ്ണവീര്യാണ്. അതുപോലെ തന്നെ ലഘു ഗുണമാണ്, രൂക്ഷ ഗുണമാണ്. ലഘു രൂക്ഷ ഗുണവും ഉഷ്ണവീര്യവും കടുരസവും കടുവിഭാഗവും ചേർന്നാണ് കുരുമുളക്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിയുടെ ദീപനശക്തി, ഡൈജസ്റ്റീവ് പവർ കൂട്ടാൻ പ്രത്യേക ആയിട്ട് സാധിക്കും ഇതിന്. അപ്പൊ ഈ അഗ്നിമാന്ദ്യം കൊണ്ട് ഡൈജസ്റ്റീവ് പവർ തീരെ ഇല്ലാതെ വരുന്ന, ഡൈജഷൻ നടക്കാതെ വരുന്ന രോഗാവസ്ഥകളെല്ലാം ഈ കുരുമുളകിന് പ്രാധാന്യമുണ്ട്, ത്രികടുവിന് പ്രാധാന്യമുണ്ട്. ചുക്കില്ലാതെ കഷായില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ആ ചുക്ക് എവിടെയുണ്ടോ അവിടെയൊക്കെ മിക്കപ്പോഴും അതിന്റെ കൂടെ കുരുമുളകും ഉണ്ടാവും, തിപ്പലി ഉണ്ടാവും. എന്താ വെച്ചാൽ ചുക്ക്, കുരുമുളക്, തിപ്പലി സമ അളവിൽ എടുക്കുന്നതാണ് ത്രികടു. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് കുരുമുളക് ഇല കൊണ്ടുള്ള ഒരു പ്രയോജനം പറഞ്ഞ് ആരംഭിക്കാം. അതായത് വാദസംബന്ധമായ വേദനകൾ, ദേഹത്തില് സന്ധികളിൽ വേദന, തരിപ്പ്, പുകച്ചിലും, ചുട്ടുനീറ്റം, അതുപോലെ നീര്, ഇതൊക്കെ രക്തവാദത്തിന്റെ ലക്ഷണങ്ങളാണ്. അതേസമയം സന്ധിഗതവാദവും വാമവാദത്തിലാണെങ്കിൽ തരിപ്പുണ്ടാവും, വേദന ഉണ്ടാവും, ചെറുങ്ങനെ പനി ഉണ്ടാവും. ഇത്തരം അവസ്ഥയിലാണ് നമുക്ക് കുരുമുളകിന്റെ ഇലയുടെ ആദ്യത്തെ ഉപയോഗം. അതെങ്ങനെ ഉപയോഗിക്കുന്ന അറിയോ? കുരുമുളകിന്റെ ഇല ആവശ്യത്തിന് പറിച്ചെടുക്കുക, ഒരു 4-5 ഇല, അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളം കൊണ്ട് അങ്ങോട്ട് ചെറു ചൂടോടെ അങ്ങോട്ട് കുളിക്കുക. അതിനു മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ നിശ്ചയിച്ചിട്ടുള്ള തൈലം തേച്ച് ഒരു അരമണിക്കൂർ, ആ തൈലം ചൂടാക്കി ദേഹത്തൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ ഇരിക്കുക. അപ്പോഴേക്കും ഈ കുരുമുളകില പറിച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഒരു സഹിക്കാവുന്ന ചൂടോടെ, ഏറ്റവും ഉചിതമായ സമയം ഒരു 5 മണിക്കോ 6:30 ഇടയ്ക്കുള്ള നേരം, ആ വെള്ളം കൊണ്ട് അങ്ങോട്ട് വെള്ളം വീഴ്ത്തിയാണ്ട് കുളിച്ചാണ്ടല്ലോ ഈ വേദനകൾക്കൊക്കെ ഒരു സമാധാനം കിട്ടും. പൂർണ്ണമായിട്ട് മാറുന്ന ഞാൻ പറയില്ല കേട്ടോ, വേദനകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നതിന് സഹായിക്കും. അപ്പൊ ഒരു ഉപയോഗമായില്ലേ, കുരുമുളകിലെ ഇല ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ വാദസംബന്ധമായ വേദനകൾ ശമിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഉപയോഗം പറയാം. വാതപ്പുളം എന്ന് പറയും. അതായത് ഇങ്ങനെ വലിയ വലിയ കുരുക്കൾ ഇങ്ങനെ വന്ന് വീർത്ത് പൊട്ടാതെ വിങ്ങി നിൽക്കും. അതിങ്ങനെ വിങ്ങും. ആ വിങ്ങല്
ഭയങ്കര കഠിനമായ വേദനയായിരിക്കും. അപ്പോൾ അത്തരം അവസ്ഥയിൽ ആ കുരു പൊട്ടിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആശിക്കും. ഇപ്പൊക്കെ പൊതുവെ മിക്കവാറും നമുക്ക് മോഡേൺ ഡോക്ടേഴ്സ് അത് കീറി അതെടുത്ത് കളയാറുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ എന്താ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വിങ്ങി നിൽക്കുന്ന കുരു പൊട്ടാനായിട്ട് കുരുമുളകിന്റെ ഇലയിൽ അത് അസലായിട്ട് അങ്ങോട്ട് അരയ്ക്കും. അത് ആവശ്യത്തിന് അളവിനെടുത്ത് നല്ലപോലെ അരച്ചിട്ട് എല്ലാ പറമ്പിലും ഉണ്ടാവില്ല, എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇല നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ കുരുവിന്റെ ചുറ്റും ആ കുരു കവർ ചെയ്ത് പിന്നെ അതിന്റെ ചുറ്റും കുറച്ച് ഭാഗം കൂടെ കടത്തി അങ്ങോട്ട് വൃത്താകൃതിയിൽ അങ്ങോട്ട് പുരട്ടിയിടും. ഇത് കുറച്ചു നേരം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കുരുവിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഒരുപാട് ഇനി പൊട്ടാൻ നിൽക്കുകയാണെങ്കിൽ പുരട്ടി 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പൊട്ടി വരും. അതല്ലെങ്കിൽ ഒരു സന്ധ്യയാകുമ്പോൾ പുരട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും പൊട്ടും. അങ്ങനെ ഈ ഇല കുരുമുളകിന്റെ വള്ളിയുടെ ഇല അരച്ച് പുരട്ടിയാൽ ഈ കുരു പൊട്ടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ 2 ഉപയോഗമായില്ലേ. ഇനി നിങ്ങൾക്ക് കുരുമുളകിന്റെ ഉപയോഗം പറയാം. അതായത് ഈ സമയത്ത് ഇപ്പൊ മിക്കവാറും ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ എന്ന് വിളിച്ചു തുടങ്ങിയ ചുമയും കഫക്കെട്ടും പനിയും ജലദോഷവും ഇത്തരം സംഗതികൾ വരുന്നതോടുകൂടെ ആ പനിക്കോള്, ഒരു അസ്വസ്ഥത, ഒരു സുഖമില്ലായ, ഒരു മേലും കൈയും വേദന, കടച്ചില്, പനിക്കോള് തോന്നുക, വിശപ്പില്ലായ്മ തോന്നുക, ദഹനം ഇല്ലാണ്ടിരിക്കുക, അങ്ങനത്തെ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ചുക്കും കുരുമുളകും തിപ്പലിയും സമമായിട്ട് എടുക്കുക. സമ അളവിലെടുത്തിട്ട്, അതായത് ഇതൊക്കെ ഒരു 5 ഗ്രാം എടുത്തോ. 5 ഗ്രാം ചുക്ക്, 5 ഗ്രാം കുരുമുളക്, 5 ഗ്രാം തിപ്പലി, ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് അത് പകുതിയായിട്ട് അങ്ങോട്ട് വെറ്റിക്കുക. 5 ഗ്രാം ചുക്ക്, 5 ഗ്രാം കുരുമുളക്, 5 ഗ്രാം തിപ്പലി നന്നായിട്ട് ചതച്ച് പൊടിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് പകുതിയായിട്ട് വറ്റുമ്പോൾ എത്രയായി? 1 ഗ്ലാസ്സായി. ഇത് അരിച്ചെടുത്തിട്ട് അതിങ്ങനെ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ കുറേശ്ശെ പലവട്ടായിട്ട് അങ്ങോട്ട് കുടിച്ചു തീർക്കുക. അപ്പോൾ ഈ പനി ഒന്നങ്ങോട്ട് വേർക്കും. ആ വേർക്കിനോടുകൂടി ഈ പനിക്കൊക്കെ ആ പനിയുടെ തുടക്കത്തിൽ ആരംഭത്തിൽ ചെയ്യണം, എന്നാലേ അത് പനിക്കുള്ളൂ. ഒന്നങ്ങോട്ട് വേർത്ത് കഴിഞ്ഞാൽ ആ പനിയൊക്കെ അങ്ങോട്ട് മാറിയ കഫമൊക്കെ അങ്ങോട്ട് അലിഞ്ഞു പോയി വിശപ്പൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റായിട്ട് വരാൻ പോകുന്നത് ചെറിയൊരു കാറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ വലിയൊരു പനി ആ തുടക്കത്തിൽ അങ്ങോട്ട് കണ്ടറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ആ പനിക്കോളം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ജ്വരം, പനി, കഫക്കെട്ട്, ചുമ, ജലദോഷം ഇത്തരം സംഗതികളിൽ അവസ്ഥയിൽ തുടക്കത്തിൽ തന്നെ ആരംഭഘട്ടത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ശമനം കിട്ടുന്നതിന് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് അപസ്മാര രോഗികൾക്ക് ഫിറ്റ്സ് വരില്ലേ കൂടെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കുരുവിന്റെ പൊടി വേണം. മുരിങ്ങക്കുരുവിന്റെ പൊടിയും കുരുമുളക് പൊടിയും അതൊരു 4:1. 4 ഭാഗം മുരിങ്ങക്കുരു ഉണക്കിയത് പൊടിച്ചത് 4 ഭാഗം. അതിലേക്ക് 1 പാർട്ട് കുരുമുളക് പൊടിച്ചത്, മുരിങ്ങക്കുരു ഉണക്കി പൊടിച്ചത്, ഇത് 2 കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് ഓരോന്നുള്ളു അങ്ങോട്ട് മൂക്കിൽ വലിക്കുക. ദിവസേന രാവിലെ പതിവായിട്ട് ഈ ഫിറ്റ്സ് വരുന്നവരുണ്ടെങ്കിൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഒറ്റ നുള്ള വേണ്ട കേട്ടോ, അത് മൂക്കിൽ വലിച്ചു കഴിഞ്ഞാൽ നിത്യേന ശീലിക്കാമെങ്കിൽ ഈ അപസ്മാരം വന്നു കഴിയുമ്പോൾ ആ തീവ്രത കുറയുന്നതിന്, അതുപോലെ കൂടെ വരുന്നവർക്കാണെങ്കിൽ അതിൽ ആ ഗ്യാപ്പ് കൂട്ടി കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിന് സാധിക്കും. ഇതുകൊണ്ട് മാത്രം സാധിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ നല്ല ആശ്വാസം കിട്ടുന്നതിന് സാധിക്കും. അതുപോലെ ഇത് ബാധിച്ചിട്ട് ഫിറ്റ്സ് വന്ന് കുറേ നേരം അത് എഫക്റ്റഡ് ആയിട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ ആ സമയത്തും ഈ കുരുമുളക് പൊടിയും മുരിങ്ങക്കുരു ഉണക്കി പൊടിച്ച പൊടി 1:4 പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് അത് വലിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് രോഗി ആ ഉണർന്ന് നോർമൽ രൂപത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഉപയോഗമായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ കോവിഡ് വന്ന് മാറിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. കോവിഡ് വന്ന് മാറിയവർക്കൊക്കെ നടക്കുമ്പോൾ കുറച്ച് കിതപ്പ്, സംസാരിക്കുമ്പോൾ കിതപ്പ്, നെഞ്ചിൽ കഫക്കെട്ട്, തൊണ്ടയിൽ കഫക്കെട്ട്, ഇതെല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ്. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കുരുമുളകും തേനും പഞ്ചസാരയും നെയ്യും ഇതൊക്കെ വ്യത്യസ്ത അളവിലെടുക്കണം, തുല്യമായിട്ട് എടുക്കരുത്. ഓക്കെ, അളവ് തെറ്റിച്ചെടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ്യും തേനൊക്കെ സമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിഷത്തിന്റെ ഗുണം വിഷം പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നെയ്യ്, തേന്, പഞ്ചസാര, കുരുമുളക് ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചത്, കുരുമുളക് പൊടി വേണമെന്ന് അർത്ഥം. വ്യത്യസ്ത അളവുകൾ, സമ അളവായിട്ട് എടുക്കരുത്, വ്യത്യസ്ത അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ചാലിച്ച് യോജിപ്പിക്കുക ഈ നെയ്യും തേൻ. അതായത് ആദ്യം കുരുമുളക് പൊടിച്ചെടുക്കുക, അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കുക. അപ്പോൾ കുരുമുളകിന്റെ അളവിനേക്കാളും കുറച്ച് കൂട്ടി പഞ്ചസാര പൊടി എടുക്കുക, അതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട് തേൻ എടുക്കുക, അതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട് നെയ്യ് എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചാലിച്ച് യോജിപ്പിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഓരോ തോണ്ട് നാവുമ്പോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളത് അന്ന് രാവിലെ മിക്സ് ചെയ്ത് വെക്കുക. അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും, സന്ധ്യ ആകുമ്പോഴത്തേനും, ഉച്ച സമയത്ത് അധികം വേണ്ടി വരില്ല. രാവിലെയും രാത്രിയിലാണ് ഈ കഫസംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവപ്പെടുക. അപ്പോൾ അതിങ്ങനെ നാക്കിൽ പുരട്ടി അലിയിച്ചിറക്കുക. അങ്ങനെ പലവട്ടമായിട്ട് അങ്ങോട്ട് സേവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഫക്കെട്ട്, ഈ കോവിഡൊക്കെ വന്ന് മാറിയിട്ട് പ്രത്യേകിച്ച് സ്വരസാദവും കഫക്കെട്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറയുന്നതിന് സാധിക്കും. നേരത്തെ പറഞ്ഞ കഷായം ഈ അവസ്ഥയിൽ നിങ്ങൾക്ക്, അതായത് ചുക്ക് കുരുമുളക് തിപ്പലി കഷായം വെച്ചിട്ട് അത് ചൂടോടെ ഒരു 1/4 ഗ്ലാസ് വീതം പലവട്ടമായിട്ട് കുടിക്കുന്നതും ഈ കഫക്കെട്ടും ആ കിതപ്പും സ്വരശുദ്ധി വരുന്നതിനും ആ തൊണ്ട അടയുന്നതും ഒക്കെ കുറയുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഈ ഒമിക്രോൺ ആയാലും ശരി,
ഇത്തരം സിംറ്റംസ് പ്രകടിപ്പിക്കുമ്പോൾ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇൻഫ്ലുവൻസ ആയാലും വൈറൽ ഫീവർ ആയാലും പേരെന്ത് വിളിച്ചോ നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ സ്വരശുദ്ധിക്ക്, കഫക്കെട്ട് കുറയുന്നതിന്, അതുപോലെ പനിക്കോളിന്, വ്രണം പൊട്ടുന്നതിന്, അപസ്മാരത്തിന്, വിശപ്പുണ്ടാവുന്നതിന് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് കുരുമുളക് കൊണ്ടുള്ള ഉപയോഗം. ഇനി ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഈ കുരുമുളക് നമ്മൾ ആഹാരത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രോസസ്സ് ശരിയാവാൻ, പിന്നെ രുചിക്കും ടേസ്റ്റിനും. നമുക്ക് ചുവന്ന മുളകും ചില്ലി, റെഡ് ചില്ലി, അതുപോലെ ഗ്രീൻ ചില്ലിനെയൊക്കെ അപേക്ഷിച്ച് താരതമ്യേന ഹെൽത്തിയാണ് കുരുമുളക്. കുരുമുളക് ഒട്ടനവധി ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സ്മെല്ലിനോ ടേസ്റ്റിനോ വേണ്ടി മാത്രമല്ല, അതിന് ഔഷധ ഗുണമുണ്ട്. അഗ്നി ദീപ്തി വർദ്ധിപ്പിക്കുന്നതിനും, കഫത്തെ ക്ഷയിപ്പിക്കുന്നതിനും, പിത്തത്തെ വർദ്ധിപ്പിക്കുക, കഫത്തെയും വാദത്തിനെയും ശമിപ്പിക്കുക. അപ്പോൾ നമുക്ക് രുചി ഉണ്ടാകുന്നതിനും, ശരീരത്തിലെ ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും, ജ്വരം, കഫക്കെട്ട് ഇത്തരം രോഗാവസ്ഥകൾ ശമിപ്പിക്കുന്നതിന്, വാദസംബന്ധമായ വേദനകൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി 2 ഉപയോഗം കൂടെ പറഞ്ഞുതരാം. അതായത് അർട്ടിക്കേരിയ, ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ ഇത് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മുഴുവൻ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിഞ്ഞ് കുരുക്കളൊന്നും പൊട്ടൊന്നുമില്ല, എന്നാൽ ചൊറിച്ചിലുണ്ടാവും. ശീതപിത്തം എന്ന് ആയുർവേദത്തിൽ വിളിക്കും. അതായത് കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ ദേഹം ഒട്ടാകെ ചൊറിയുക, എന്നാൽ കുരുക്കളോ വേറെ ഒന്നും വരില്ല, ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇത്തരം അവസ്ഥയിൽ എന്താ, കുരുമുളക് ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് അതങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ, പുരട്ടി കഴിഞ്ഞാൽ, അതായത് ചുവപ്പ് കുരുക്കൾ, ചുവന്ന് തടിച്ച പാടുകൾ, കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കരുത്. അത് പിത്തത്തിന്റെ അനുബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അത്തരം അവസ്ഥയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടും. നേരെ കുറിച്ച് കഫാനുബന്ധി, ശീതപിത്തം എന്ന് വിളിക്കും, അർട്ടിക്കേരിയ എന്ന് വിളിക്കില്ലേ, ഈ അവസ്ഥയിൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹം അസകലം ചൊറിയും, എന്നാൽ ഒന്നും നോക്കിയാലൊന്നും കാണില്ല. ഇങ്ങനത്തെ കണ്ടീഷനില്ലേ, ഇവിടെയാണ് നമ്മൾ വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട്, അതായത് കുരുമുളക് ചതച്ചിട്ടിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ മൂപ്പിച്ച് അത് പുരട്ടി കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, ഇനി ഒരു ഉപയോഗം കൂടെ പറഞ്ഞുതരാം, ലാസ്റ്റ് വൺ. അതായത് വാദസംബന്ധമായ ജോയിന്റ് പെയിൻ ഉണ്ടാവുക, പ്രത്യേകിച്ച് ആമവാദ രോഗികൾ അല്ലെങ്കിൽ സന്ധിഗതവാദ രോഗികൾ, തരിപ്പും വേദനയുള്ള അവസ്ഥയിൽ കുരുമുളക് ചതച്ചിട്ട് നല്ലെണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ ഈ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദന ശമിക്കുന്നതിന് സഹായിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേദന ഉണ്ടാകുന്ന എപ്പോഴും വാദം വർദ്ധിച്ചിട്ടാണല്ലോ, തണുപ്പ് കൊണ്ടാണല്ലോ. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഉഷ്ണമാണ് കുരുമുളക്. അപ്പോൾ കുരുമുളക് ചതച്ചിട്ട് നല്ലെണ്ണയും ചൂടാ, നല്ലെണ്ണ കാച്ചി അരിച്ചെടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വേറെ ഒരു എണ്ണയും കിട്ടാത്ത ചില രാജ്യങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യണേ, കിട്ടാത്ത പ്രദേശങ്ങളാണ് നിൽക്കുക, നിങ്ങൾക്ക് ജിഞ്ചിലി ഓയിൽ, സെസമി ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിട്ടും, പെപ്പറും കിട്ടും ഇല്ലേ. അപ്പോൾ ഈ പെപ്പർ ചതച്ചിട്ടിട്ട് നല്ലെണ്ണ മൂപ്പിച്ച് വെക്കുക. അത് ഈ വേദന വരുന്ന ഭാഗങ്ങളിൽ അങ്ങോട്ട് കൂടെ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നതിന് സഹായിക്കും, ഒന്ന് ശമിക്കും. വേദന പൂർണ്ണമായിട്ട് മാറ്റുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. അതേപോലെ നല്ലെണ്ണയ്ക്ക് പകരം കുരുമുളക് ചതച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി അരിച്ച് തേക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ മാറും. റെഡിഷ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ തേക്കരുത്. കവചമായ ശീതപിത്തം എന്ന് പറയുന്ന അർട്ടിക്കേരിയ എന്ന് വിളിക്കുന്ന അവസ്ഥയിലാണ് വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ അത് ചൊറിച്ചിൽ മാറും, ശമിക്കും, അതിന്റെ തീവ്രത കുറയും. ഓക്കെ, നല്ലെണ്ണ കാച്ചിയാണ് തേക്കണമെങ്കിൽ വേദന കുറയാം, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന കുറയുന്നതിനും സഹായിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഒന്നോ രണ്ടോ ആവർത്തി കാണുക. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ആശയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.